നമ്മളിപ്പോൾ ഇന്ന് എവിടെയുള്ള വെച്ചാൽ ഇന്ന് കൽപ്പറ്റ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി നമ്മൾ വന്നതായിരുന്നു. അപ്പം എൻട്രൻസിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഉപ്പിലിട്ടതും അതേപോലെ ചോക്കോബാർ ഐസ്ക്രീം ഒക്കെ ആയിരുന്നു. നമുക്ക് അതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള സകല ഉപ്പിലിട്ടതും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഞങ്ങൾ പൈനാപ്പിൾ എടുത്തു, പിന്നെ മാങ്ങ എടുത്തു, പിന്നെ നമ്മൾ പേരക്ക എടുത്തിട്ടുണ്ടായിരുന്നു. പേരക്ക വലിയ കുഴപ്പമൊന്നുമില്ല, തിന്നിരിക്കുക അത്രത്തന്നെ ഉള്ളൂ, വല്ല രസമൊന്നുമില്ല. എന്നാലും അത് കസിൻസിൻ്റെ കൂടെ ഒക്കെ മുളകൊക്കെ കൂട്ടി ഞങ്ങൾ അടിച്ച് മിന്നിയിട്ട് ഞങ്ങൾ നേരെ പോയത് എവിടെയൊക്കെ വെച്ചാൽ ഞങ്ങൾ അവിടെ ഇരിക്കാൻ വേണ്ടി പോയി. എന്താ വെച്ചാൽ അവർ ടിക്കറ്റ് എടുക്കണം, ഞങ്ങൾ കുറേ കസിൻസും കുടുംബക്കാരും അധികം ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്ന് അപ്പോൾ അവർ ടിക്കറ്റ് എടുത്ത് വന്ന് ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ എൻട്രൻസിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കടന്നു കണ്ടോ, എൻട്രൻസിലേക്ക് കടന്നപ്പോൾ അവിടെ കേന്ദ്രൂഞ്ഞാല് അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഈ വഴിയിലൂടെ നമ്മളിങ്ങനെ ഓരോരോ വഴി കടന്നു പോയി. ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് നിറഞ്ഞിരിക്കുക. അങ്ങനെ കുറേ ആൾക്കാരുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് നമ്മൾ. അവിടെ എന്ത്രൂഞ്ഞാലിൻ്റെ കാഴ്ചകൾ രാത്രി ആയതുകൊണ്ട് വളരെ മനോഹരമായിരുന്നു. പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ പഞ്ഞിമിഠായി എന്നൊക്കെ പറയുന്നത്. അതിപ്പോൾ കോട്ടൺ ക്യാൻഡി, ഷുഗർ ക്യാൻഡി, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ മെഷീനിൽ ഉണ്ടാക്കണത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നല്ല രസം കാണാൻ. നമ്മൾ ഈ നെറ്റിലൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ അത് അതേപോലെ തന്നെ പല കളറുണ്ടായിരുന്നു. റോസ്, വൈറ്റ്, യെല്ലോ കളറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതിൽ വൈറ്റാണ് ചൂസ് ചെയ്തത്. അതിന് 150 രൂപ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത്രൂഞ്ഞാലിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. കുറച്ചും കൂടി നമ്മൾ കവർ ചെയ്യാനുണ്ട്. അതിൻ്റെ കുറച്ച് മുന്നോട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇതിന് മറ്റേ LED വാട്ടർഫോൾസ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സംഭവമായിരുന്നു. പല പല ലൈറ്റിൽ കളർഫുള്ളായിട്ട് വരുന്നുണ്ടായിരുന്നു. അതും കണ്ടിട്ട് നമ്മൾ പോയി. പറിക്കാൻ പറ്റൂല്ലോ. പഴങ്ങളും അതേപോലെ വിപുലമായ പച്ചക്കറികൾ എല്ലാത്തിൻ്റെയും വിത്തുകൾ അവിടെ ലഭ്യമായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനാണ് നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ടുള്ള അടുത്ത മെയിൻ സെക്ഷൻ, ബുക്സിൻ്റെ സെക്ഷനായിരുന്നു. അതിൽ നമുക്ക് 40 റൂൾസ് ഓഫ് ലവിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് എഡിഷൻ അനിയത്തിക്ക്, എനിക്കാണെങ്കിൽ മലയാളം എഡിഷനെ പറ്റുള്ളൂ. അപ്പം മലയാളം എഡിഷൻ നോക്കി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ ഇല്ല. അങ്ങനെ ഇതിന് 450 ആണ് MRP. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 250 അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നെ അതെന്തായാലും നമ്മൾ ലൈബ്രറിയിൽ പോയി വായിക്കലുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ അത് സ്കിപ്പ് ചെയ്തിട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് കാണാത്ത കുറച്ച് ബുക്കുകളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പം അതും കൂടി കവർ ചെയ്ത് പോയി. ഏതറിയോ, ഫുൾ കാർട്ടൂൺ ആനിമി പോലത്തെ സ്റ്റോറിയാണിത്. ഫിസിയോതെറാപ്പിയുടെ മിഷനായിരുന്നു ശരീരവേദനയ്ക്ക് വീഡിയോ എടുക്കാൻ നേരെ നിൽക്കാനില്ല. ഷർട്ടൊക്കെ റെഡിയാക്കി. സ്പെക്സിന്റെ കണ്ണാപ്പി, കുറെ കണ്ണാപ്പി കണ്ണടകളുണ്ട് ഇവിടെ. ചേച്ചി കണ്ണാപ്പി കണ്ണടക്ക് എത്ര? അങ്ങനെ ഇവിടെ ഇതിലാക്കണ്ടല്ലോ. നമ്മളിതാ 5 എണ്ണം വാങ്ങി. 4 വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ ഗെയിം കളിച്ച് തോറ്റു. പിന്നെ വിട്ടോട്ടില്ല, പിന്നെയും തോറ്റു. എന്നിട്ട് അടുത്ത ഗെയിമിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൽ എന്തോ ജസ്റ്റ് ജയിച്ചിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് ബോൾ വന്നിട്ട് ഞാനത് നോക്കി ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ അനുസരിച്ചുള്ള ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ അവർ നോക്കിയിട്ട് എൻ്റെ കസിൻക്കൊരു അരിപ്പ, എനിക്കെന്തോ ഒരു സോപ്പ് പെട്ടിയോ അങ്ങനെ എന്തോ ഒരു സാധനം, അതും മേടിച്ചു. അടുത്തത് നമുക്ക് റൈഡാണ്. ഞാനിതിൽ കയറിയില്ല. ഇതിൽ കയറുന്നത് പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല അല്ലേടി. ഞാനൊരു വട്ടം ആന്ധ്രയിൽ നിന്ന് കയറിയതായിരുന്നു. ഇനി എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് ഞാൻ കയറണില്ല. ഓക്കെ. പിന്നെ ഇതിലെന്തായാലും ഞാൻ കയറുന്ന പ്ലാൻ ഇട്ടിട്ട് അവിടെ നിന്ന് തന്നെ വന്നത് കസിൻസിനോട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ കയറി. അനിയത്തി മാത്രം കയറില്ല. ചാർജിന് തന്നെ കുഴപ്പമില്ലേ, ലൈറ്റിലെത്തുമ്പോൾ ആണ് കുട്ടികളെ സാധനങ്ങളാണ്. തണുപ്പത്തെ പുതിയ ചകിരി മറ്റേ പാത്രമൊക്കെ കഴുകണം. പിന്നെ കുട്ടികളെ കളിക്കണ ഓർബീസ് ഞങ്ങൾ ഞെക്കി കളിച്ചുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾക്കത് വേണ്ട, എന്നാൽ ഞങ്ങൾ ഞെക്കി കളിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ വെച്ചു ഗൈസ്. പിന്നെ നമ്മൾ പോയത് മറ്റേ തോണി പോലത്തെ യന്ത്രം ഉണ്ടാവല്ലോ, അതിലാണ് കയറിയത്. മേലെ കയറിയാൽ പണി പാളുന്ന് എന്തായാലും ഉറപ്പായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് പേടിച്ച് ചാവും. അതുകൊണ്ട് നമ്മൾ താഴെ പോയിട്ട് നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു.
കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്നു. എന്നിട്ട് ബോറടിച്ച് ഞങ്ങൾക്ക് കുറച്ച് നേരം കേട്ടിരുന്നു. പഴയ പാട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയത് ഞങ്ങളെ ഫുഡിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. ഞങ്ങൾ ആകെ എൻജോയ് ചെയ്തത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൈഡിൽ കയറിയപ്പോഴും പിന്നെ ഈ കടയിൽ വന്നപ്പോഴാണ് കുറച്ചും കൂടി എൻ്റർടൈൻമെൻ്റ് ആയത്. ഈ കടകളിലൊക്കെ വരുമ്പോൾ ചെക്കന്മാർ വായി നോക്കുന്നൊരു രസമാണല്ലോ. ഞാനല്ല, കസിൻസ്. എന്നിട്ട് അവർ വായി നോക്കി കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ഞങ്ങൾ അവരോട് വർത്താനൊക്കെ പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അലുവ വാങ്ങണേൽ ഈ കടയിൽ വന്നത് കേട്ടോ. നല്ല ആൾക്കാരാ, ഇവിടുന്ന് വാങ്ങിയാൽ മതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഫുഡ് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നിരന്നിരുന്ന് ഫുഡ് അങ്ങോട്ട് കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.